പണം അത് നമ്മളെ ശരിക്കും സ്വതന്ത്രരാക്കുന്നുണ്ടോ? അതോ നമ്മളറിയാതെ നമ്മളെ കൂടുതൽ കുരുക്കുകളിൽ പെടുത്തുകയാണോ? നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക ലോകം നമ്മളെ സഹായിക്കുന്നുണ്ടോ അതോ ചൂഷണം ചെയ്യുകയാണോ? ഈ വിഷയത്തിന്റെ ധാർമ്മിക വശങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്കെപ്പോഴെങ്കിലും ഒരു ശ്വാസമുട്ടൽ പോലെ തോന്നിയിട്ടുണ്ടോ? ഈ ചോദ്യം ഒരു തോന്നൽ മാത്രമല്ല, ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഈ ശ്വാസമുട്ടലിന്റെ പ്രധാന കാരണം പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ ഞെരുക്കമാണ്. അപ്പോൾ നമുക്ക് ആ പ്രശ്നത്തിന്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ, പലിശ, അടങ്ങാത്ത ആർത്തി, പിന്നെ ചൂതാട്ടം. ഇവയുടെയൊക്കെ കൂറ്റൻ ഗിയറുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭീമാകാരമായ യന്ത്രം. ആ യന്ത്രത്തിനിടയിൽ സാധാരണ മനുഷ്യൻ ഞെരിഞ്ഞമരുന്ന ഒരവസ്ഥ. ഈ ഒരു ശക്തമായ രൂപകമാണ് നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. അപ്പോ ഈ പറയുന്ന ഭീമൻ യന്ത്രത്തിലെ അപകടം പിടിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മളെ ശരിക്കും ഇതിനകത്ത് കൊടുക്കുന്നത്? നമുക്ക് അവയൊന്ന് തിരിച്ചറിയാം. പ്രധാനമായും 3 അപകടങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നാമത്തേത് നമ്മളെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന പലിശയും പിന്നെ ഭാഗ്യം പരീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ചൂതാട്ടവും. രണ്ടാമത്തേത് സമൂഹത്തിൽ ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം ഭയാനകമായ രീതിയിൽ കൂടിവരുന്നത്. പിന്നെ മൂന്നാമതായി ലാഭത്തിനു വേണ്ടി മാത്രം നമ്മുടെ പ്രകൃതിയെയും തൊഴിലാളികളെയും ഒരുപോലെ കൊള്ളയടിക്കുന്നത്. ഇവ 3ഉം ചേരുമ്പോഴാണ് ഈ വ്യവസ്ഥ ഇത്രയും അപകടകരമാകുന്നത്. ഇവിടെ പലിശ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ബാങ്കിലെ പലിശ മാത്രമായിരിക്കുമല്ലേ? അല്ല, പക്ഷേ സംഭവം അതിലും വിശാലമാണ്. മണി ചെയിൻ, പലതരം ഓൺലൈൻ തട്ടിപ്പുകൾ, അങ്ങനെ മറ്റൊരാളുടെ നഷ്ടത്തിൽ നിന്ന് അധാർമികമായി നേട്ടമുണ്ടാക്കുന്ന എന്തിനേയും ഈ ഗണത്തിൽ പെടുത്താം. ഈ ചൂഷണത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭൂമിയെയും പ്രകൃതിയെയും യാതൊരു ദയയുമില്ലാതെ കൊള്ളയടിക്കുന്നു. മറുവശത്ത് മനുഷ്യന്റെ അധ്വാനത്തെ വില കുറച്ച് കാണുന്നു. ഫലത്തിൽ ഇത് മനുഷ്യനെയും പ്രകൃതിയെയും ഒരുപോലെ മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥകൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് ക്യാപിറ്റലിസം, സോഷ്യലിസം, പിന്നെ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം, ഇവയൊക്കെ ഇതിനെന്ത് പരിഹാരമാണ് മുന്നോട്ട് വെക്കുന്നത്? നമുക്കതൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളും ഈ പ്രശ്നങ്ങളെ ഒരേപോലെയാണോ സമീപിക്കുന്നത്? ഉത്തരം ഒരിക്കലുമല്ല. അവയുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളിൽ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സമ്പത്തിന്റെ കാര്യത്തിൽ മുതലാളിത്തം അത് വ്യക്തികളിൽ കുന്നുകൂടാൻ അനുവദിക്കുമ്പോൾ സോഷ്യലിസം അത് സ്റ്റേറ്റിന്റെ കയ്യിലൊതുക്കുന്നു. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഉത്തരവാദിത്തമുള്ളൊരു സ്വകാര്യ ഉടമസ്ഥതയാണ്. അതായത് സമ്പത്ത് നിങ്ങളുടേതാണെങ്കിലും സമൂഹത്തോട് നിങ്ങൾക്ക് ചില കടമകളുണ്ട് എന്നർത്ഥം. അതുപോലെ ലക്ഷ്യത്തിന്റെ കാര്യം നോക്കൂ. മുതലാളിത്തം ലാഭത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇസ്ലാമിക മാതൃക ലാഭത്തിനൊപ്പം സാമൂഹിക ക്ഷേമവും ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. ഈ വ്യത്യാസങ്ങളാണ് ചൂഷണം കുറഞ്ഞൊരു സമൂഹമുണ്ടാക്കുന്നതിൽ നിർണായകമാകുന്നത്. അപ്പോ ഈ പറയുന്ന ഇസ്ലാമിക സാമ്പത്തിക മാതൃകയുടെ ധാർമ്മിക അടിത്തറ എന്താണ്? ഏത് അടിസ്ഥാന തത്വങ്ങളിൽ നിന്നാണിത് രൂപപ്പെട്ടത്? നമുക്കതിന്റെ ഉറവിടങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് ആദ്യത്തെ അടിസ്ഥാനശില. സമ്പത്ത് സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗത്തിന്റെ കൈകളിൽ മാത്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കരുത്. പകരം അത് സമൂഹത്തിലെ എല്ലാവരിലേക്കും ഒഴുകിയെത്തണം. സാമ്പത്തിക അസമത്വത്തെ നേരിടാനുള്ള എത്ര ശക്തമായ ഒരാഹ്വാനമാണിത്, അല്ലേ? രണ്ടാമത്തെ തത്വം നോക്കൂ. ഓരോ വ്യക്തിയുടെയും ജീവനും സമ്പത്തിനും അഭിമാനത്തിനും നൽകുന്ന പവിത്രത. ഇവ 3ഉം ലംഘിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളായിട്ടാണ് കാണുന്നത്. അതായത് നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ ഒരിക്കലും മറ്റൊരാളുടെ അഭിമാനത്തെയോ ജീവനെയോ ഹനിക്കരുത് എന്നൊരു ശക്തമായ സന്ദേശമാണിതിലുള്ളത്. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ആ വ്യത്യാസം വരുന്നത്. കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, കാരണം അത് പുതിയ മൂല്യമുണ്ടാക്കുന്നു, സമൂഹത്തിന് ഗുണം ചെയ്യുന്നു. എന്നാൽ പലിശയെ നിരോധിക്കുന്നു, കാരണം അത് പലപ്പോഴും ചൂഷണത്തിലേക്കും കടക്കിണിയിലേക്കുമാണ് ഒരാളെ നയിക്കുന്നത്. അധ്വാനമില്ലാത്ത നേട്ടത്തെ അത് നിരുത്സാഹപ്പെടുത്തുന്നു. അപ്പോൾ ഈ അടിസ്ഥാന തത്വങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ലക്ഷ്യമിടുന്നത് നീതിയുക്തമായ ഒരു വ്യവസ്ഥയാണ്. എന്തൊക്കെയാണ് ആ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? ഈ വ്യവസ്ഥയുടെ ലക്ഷ്യങ്ങൾ 4 എണ്ണമാണ്. 1. ചൂഷണം ഇല്ലാതാക്കുക. 2. സമ്പത്ത് എല്ലാവരിലേക്കും നീതിപൂർവം എത്തിക്കുക. 3. പലിശയും അസമത്വവുമില്ലാത്ത ഒരു ബാലൻസ്ഡ് മോഡൽ ഉണ്ടാക്കുക. ഇനി ഈ 3ഉം ശരിയായി നടക്കണമെങ്കിൽ 4ാമത്തെ കാര്യം അത്യാവശ്യമാണ്: സാമ്പത്തിക സാക്ഷരത. ഇവയെല്ലാം ചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ നീതിയുക്തമായ വ്യവസ്ഥ രൂപപ്പെടുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം നമ്മളെ എത്തിക്കുന്നത് ഒരൊറ്റ ആശയത്തിലേക്കാണ്: ധാർമ്മിക സാമ്പത്തിക ബോധം വളർത്തിയെടുക്കുക. അതായത് നമ്മളൊരു പണമിടപാട് നടത്തുമ്പോൾ ഇത് ശരിയോ തെറ്റോ
ഇത് മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കാനുള്ളൊരു കഴിവ്. നമ്മുടെ ഉള്ളിൽ ഒരു ധാർമ്മിക കോമ്പസ് ഉണ്ടാക്കിയെടുക്കുക എന്നർത്ഥം. അപ്പോൾ ചോദ്യം ഇതാണ്: നീതിയുക്തമായ ഒരു സമ്പദ്വ്യവസ്ഥ എന്നത് കേവലം ഭരണാധികാരികളുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും മാത്രം ഉത്തരവാദിത്തമാണോ, അതോ നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന തീരുമാനങ്ങളിൽ അതിനൊരു പങ്കുണ്ടോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം നിങ്ങളുടെ ഓരോ സാമ്പത്തിക ഇടപാടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോകത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. അടുത്ത തവണ കാണാം.